എന്താണ് പ്രധാനമന്ത്രിക്ക് മുമ്പാകെ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ എന്തൊക്കെയാണ്, നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളടക്കം അദ്ദേഹം സംസാരിക്കും. കാരണം ഈ വലിയ രീതിയിലുള്ള ദുരന്തം തന്നെയാണ് വയനാടിനെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. വലിയ സാമ്പത്തിക സഹായം ഈ വയനാടിനെ സംബന്ധിച്ച് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. മിനിസ്റ്റർ, എന്താണ് നമ്മൾ പ്രധാനമായും പ്രധാനമന്ത്രിക്ക് മുമ്പാകെ മുന്നോട്ട് വെക്കുന്നത് കാര്യങ്ങൾ? സുർജിത്തിന് അറിയാവുന്ന ഒരു കാര്യം, പ്രധാനമന്ത്രി ഇത്തരം ദുരന്ത മേഖലകളിൽ സന്ദർശിക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ റൊക്കം തുക പറഞ്ഞിട്ടുള്ള ഒരു കണക്ക് അവതരിപ്പിക്കുകയല്ല. പ്രധാനമന്ത്രിക്ക് നമ്മുടെ ലക്ഷ്യം ഈ ദുരന്തത്തിൻ്റെ ഭീകരത യഥാർത്ഥത്തിൽ തിരിച്ചറിയണം. അതുകൊണ്ടാണ് നേരത്തെ സുർജിത്ത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തതുപോലെ കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച അദ്ദേഹം SKMJയിലേക്ക് വരുമ്പോൾ തന്നെ ദുരന്തബാധിത മേഖലകളുടെ ഒരു ആകാശ ചിത്രം കാണും. അവിടെ വെച്ച് തന്നെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഇത് സംബന്ധിച്ച് കേരളത്തിൻ്റെ ഓരോ ഘട്ടവും വിശദീകരിക്കും. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നാൽ നമുക്കറിയാവുന്നതുപോലെ SKMJ സ്കൂളിൽ നിന്ന് ബെയിലി പാലത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര, വിവിധ സേനാംഗങ്ങളെ കാണാനുള്ള അദ്ദേഹത്തിൻ്റെ പോക്ക്, ഒരു ക്യാമ്പ് അദ്ദേഹം സന്ദർശിക്കും. അതിനുശേഷം SKMJ സ്കൂളിൽ തന്നെ ഉന്നത തലത്തിൽ മന്ത്രിമാരുൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ പ്രസൻറ്റേഷൻസ് കാണും. ഇന്നലെ ഇൻ്റർസ്റ്റേറ്റ് മിനിസ്റ്റീരിയൽ ടീം എത്തിയപ്പോൾ തന്നെ കേരളം അതിൻ്റെ പ്രാഥമികമായ കാഴ്ചപ്പാടുകൾ വിവരിച്ചു. അതിൽ നിരവധി കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെയുണ്ടായ നഷ്ടങ്ങളുടെ ആകത്തുക 1200 കോടിയിൽ നിന്ന് ആരംഭിക്കുന്നതാണ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മെമ്മോറാണ്ടം പൂർത്തിയാക്കുക, നേരത്തെ ഉണ്ടാകുന്നത് പോലെ ഈ ചർച്ചയ്ക്ക് ശേഷം കൃത്യമായി ഓരോ ഹെഡിലുമുള്ള പണം എഴുതി തയ്യാറാക്കി അങ്ങോട്ട് സമർപ്പിക്കുമ്പോഴാണ് ഇനിയൊരു ബെറ്റർ ലൈഫ് ഉണ്ടാക്കാൻ, അതായത് പുനരധിവാസം ഉണ്ടാക്കാൻ, ബെറ്റർ ലൈഫ് ഉണ്ടാക്കാൻ ഒരു 2000 കോടിയിലധികം രൂപ ചെലവ് വരും എന്ന് പ്രാഥമികമായി നമ്മൾ അറിയിച്ചിട്ടുണ്ട്. വളരെ പ്രധാനമായിട്ടും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2015 സെക്ഷൻ 13 പ്രകാരം ഇവിടെ ദുരിതബാധിത സ്ഥലത്തുണ്ടായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യരുടെ കടങ്ങൾ എഴുതി തള്ളാനും ഈ കടങ്ങൾ നിലനിന്നു എന്നതിൻ്റെ ബാധ്യത കണക്ക് കൂട്ടാതെ അവർക്ക് പുതിയ ലോണുകൾ എടുക്കാൻ അവസരം കൊടുക്കാനും ചെയ്യുന്ന വിധത്തിൽ പുനരധിവാസ പാക്കേജിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ട അവരുടെ ജീവിത സാഹചര്യത്തെ തിരിച്ചെടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം.